ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക് ഡിയോഡനൽ അട്രീഷ്യ ആണ്. അപ്പൊ അട്രീഷ്യ എന്ന് വെച്ചാൽ എന്താ? വേർഡ് മീനിങ് ഓഫ് അട്രീഷ്യ എന്ന് വെച്ചാൽ കണ്ടീഷൻ ഇൻ വിച്ച് an orifice അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു പാസേജ് അത് ക്ലോസ് ആവുന്നതോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ആബ്സെന്റ് ആവുന്ന ഒരു കണ്ടീഷനാണ് അട്രീഷ്യ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡി ഡിയോഡനം എന്ന് പറയുന്ന ഒരു പാസേജ് പോലെയല്ലേ. അപ്പൊ ആ പാസേജിൽ ഒരു ക്ലോഷ്യറോ അല്ലെങ്കിൽ ആ പാസേജ് ആബ്സെന്റോ ആവുന്ന ഒരു കണ്ടീഷനാണ് ഡിയോഡനൽ അട്രീഷ്യ എന്ന് വെച്ചാൽ. Complete occlusion or congenital absence of a segment of duodenum. That is what is duodenal atresia. Okay. സംശയം ഉണ്ടോ? ഓക്കെ, ഇനി അടുത്ത ഇതിന്റെ ഒരു കോമണസ്റ്റ് ആയിട്ട് ഇൻറ്റസ്റ്റൈനൽ അട്രീഷ്യ. ഇൻറ്റസ്റ്റൈൻ ഒരു ടണൽ, ഒരു പാസേജ് പോലെയല്ലേ എൻറ്റയർ ഇൻറ്റസ്റ്റൈൻ ഒരു പാസേജ് അല്ലേ. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ അട്രീഷ്യ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഡിയോഡനത്തിലാണ്. ആൻഡ് ഇതില് വരുന്നത് കംപ്ലീറ്റ് സ്റ്റിനോസിസ് ഓഫ് സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡനം അറ്റ് ദി ലെവൽ ഓഫ് ഈ ആംപുല ഓഫ് വെയ്റ്ററോ ആ സംഭവമില്ലേ, VATER, അതിന്റെ ഡിസ്റ്റൽ ആയിട്ടായിരിക്കും നമുക്ക് ഈ പറയുന്ന ഡിയോഡനൽ അട്രീഷ്യയുടെ കോമണസ്റ്റ് സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. മനസ്സിലായോ? ഞാൻ വരച്ച് എന്റെ ഭാരത് അത്ര ശരിയല്ല. എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സംഭവമാണല്ലോ നമ്മുടെ ഡിയോഡനം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ നമ്മുടെ മറ്റേ പാൻക്രിയാറ്റിക് ഡക്ട് വന്ന് ഓപ്പൺ ചെയ്യുന്ന സ്ഥലം ഇതാണ് ആംപുല ഓഫ് വാറ്റർ. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൽ ആയിട്ട് കാണുന്നതാണ് ഇവിടെ ഈ ആംപുല ഓഫ് വെയ്റ്ററിന് ഡിസ്റ്റൽ ആയിട്ടായിരിക്കും ഈ പറയുന്ന അട്രീഷ്യ സൈറ്റ് വരുന്നത്. ഹലോ, ഈ അനുലാർ പാൻക്രിയാസ് എന്ന സംഭവമില്ല, അത് പ്രോക്സിമൽ ടു ഈ പറയുന്ന ആംപുല ഓഫ് വെയ്റ്റർ ആയിരിക്കും. പക്ഷെ ഇത് കാണുന്നത് ഡിസ്റ്റൽ ടു ആംപുല ഓഫ് വെയ്റ്റർ ആണ്. ഓക്കെ, മനസ്സിലായോ? അതാണ് അതിന്റെ കോമണസ്. എന്തോ എടാ, നമ്മള് അനുലാർ പാൻക്രിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമില്ലേ, അതില് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ അട്രീഷ്യ ഇതുപോലെ ക്ലോസ് ആവും. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഈ ആംപുല ഓഫ് വെയ്റ്ററിന് പ്രോക്സിമൽ ആയിട്ടായിരിക്കും, മേളിലായിരിക്കും. നമ്മുടേത് പക്ഷെ അതിന്റെ താഴെയായിട്ടായിരിക്കും കാണുന്നത്, ഡിസ്റ്റലി. അപ്പൊ എന്താ സംഭവിക്കുക? ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ വോമിറ്റിംഗ് വരുമ്പോ, വോമിറ്റിംഗ് ഉണ്ട്, അപ്പൊ അതില് ബിലിയസ് വോമിറ്റിംഗ് ആയിരിക്കും ഇതിന്. കാരണം ആ പറയുന്ന പാൻക്രിയാറ്റിക് ഡക്ട് ഓപ്പൺ ചെയ്തതിന് താഴെയല്ലേ ഇത്. അപ്പൊ ബിലിയസുമായിട്ട് ഇത് മിക്സ് ആവും. സോ വരുമ്പോ ബിലിയസ് വോമിറ്റിംഗ് ഉണ്ടാവും. പക്ഷെ അതിന് പ്രോക്സിമലി ആണ് അടയുന്നതെങ്കിൽ ബിലിയസ് വരത്തില്ല. അപ്പം നോൺ ബിലിയസ് വോമിറ്റിംഗ് ആയിരിക്കും അനുലാർ പാൻക്രിയാസില്. അതാണ് ഇതിന്റെ ഒരു വലിയ ഡിഫറൻഷിയേറ്റിംഗ് ഫീച്ചർ ആണ്. അത് വേറെ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഡിയോഡനൽ അട്രീഷ്യയില് ബിലിയസ് വോമിറ്റിംഗ് ആണ്. അത് കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന അട്രീഷ്യ സൈറ്റ് ഇസ് ഡിസ്റ്റൽ ടു ദ ആംപുല ഓഫ് വെയ്റ്റർ. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായത്? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ടൈപ്സ് ഓഫ് ഡിയോഡനൽ അട്രീഷ്യ ആണ്. ഓക്കെ, ഇപ്പൊ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നതാണ്, നമ്മുടെ ടെക്സ്റ്റിലുള്ള പടം തന്നെയാണ് ഇത്. അപ്പൊ ഇതില് മെയിൻലി 3 ടൈപ്പ് ആണ് ഉള്ളത്. അപ്പൊ 3 ടൈപ്പ്. ടൈപ്പ് 1 എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻകംപ്ലീറ്റ് അട്രീഷ്യ. ടൈപ്പ് ഞാൻ ഒരു മിനിറ്റ് ഇതാണ്ട് ഇത് രണ്ടുമാണ് കാണാൻ പറ്റുന്നല്ലോ. ഇത് രണ്ടുമാണ്, ഞാൻ വൃത്തികേടാക്കുന്നത് എനിക്ക്. ഇത് രണ്ടുമാണ് ടൈപ്പ്. ഇത് രണ്ടും ടൈപ്പ് 3 ആണ്. ഇതാണ് ടൈപ്പ് 1, ഇത് ടൈപ്പ് 2. ഇത് ഞാൻ കാണിച്ച ജസ്റ്റ് ഒരു ഐഡന്റിഫിക്കേഷൻ ആണ്. ഈ താഴത്തെ 2 എണ്ണവും ടൈപ്പ് 3 ആണ്. 3 ടൈപ്പേ ഉള്ളൂ. ചിലപ്പോ ഈ 4 പടം കൊണ്ടുവന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും 4 ടൈപ്പ് ആണെന്നല്ല, 3 ടൈപ്പേ ഉള്ളൂ. ആ 3 ടൈപ്പിന്റെ സബ് ടൈപ്സ് ആണ് അവർ താഴെ 2 പടമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് 1, ഇത് 2, ഇത് 3. മനസ്സിലായോ? ഇത് 3 ടൈപ്സ്. ഇനി ഞാൻ ഇത് മാറ്റി പറയാം. ഓക്കെ, ടൈപ്പ് 1 കണ്ടോ? ടൈപ്പ് 1 എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഡിയോഡനൽ അട്രീഷ്യ ആണ്. ഇതില് ഈ പ്രോക്സിമൽ ഡിയോഡനവും ഡിസ്റ്റൽ ഡിയോഡനവും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയി. അതാണ് ടൈപ്പ് 1. ഓക്കെ, കംപ്ലീറ്റ് സെപ്പറേഷൻ നടന്നു. അതാണ് കംപ്ലീറ്റ് അട്രീഷ്യ, കംപ്ലീറ്റ് ക്ലോഷ്യർ ബിറ്റ്വീൻ പ്രോക്സിമൽ പാർട്ട് ആൻഡ് ഡിസ്റ്റൽ പാർട്ട്. അതാണ് ടൈപ്പ് 1.
ഓക്കെ, അപ്പൊ അത് ആ സ്റ്റൊമക്കിന്റെ റീജിയനും പ്രോക്സിമൽ ഡ്യോഡനൽ റീജിയനും ഡയലേറ്റഡ് ആയിട്ട് ഇരിക്കും. ബാക്കി താഴെയുള്ള റീജിയൻ കൊളാപ്സ്ഡ് ആയി പോകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അവിടെ? ഇനി ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ഇവ തമ്മിൽ പൂർണ്ണമായിട്ട് സെപ്പറേറ്റഡ് അല്ല, പൂർണ്ണമായിട്ടും ക്ലോസ്ഡ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് അല്ല. ഒരു മൈന്യൂട്ട് ഒരു ഫൈബ്രസ് കോർഡ് ഉണ്ട് അതിനെ രണ്ടിനെയും കണക്ട് ചെയ്തിട്ട്. അതാണ് ടൈപ്പ് 2. ഫൈബ്രസ് കോർഡ്, ഇത് കണ്ടോ ഈ ചെറിയ സാധനം, അതിനെ രണ്ടിനെയും കണക്ട് ചെയ്ത്. ഇതാണ് ടൈപ്പ് 2. അതിനെ കണക്ട് ചെയ്തൊരു ഫൈബ്രസ് കോർഡ് ഉണ്ട്. അപ്പൊ കംപ്ലീറ്റ് സെപ്പറേഷൻ അല്ല അവിടെ, ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അതിന് ഫൈബ്രസ് കോർഡാണ് അത്. അതിന്റെ ഇടയിൽ കൂടെ അതിന്റെ അകത്തൂടെ ഒന്നും വരില്ല. കോർഡ് ജസ്റ്റ് ഒരു ക്ലോസ് കോർഡാണ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് 2 എണ്ണം ഉണ്ട്. ഡ്യോഡനൽ സ്റ്റിനോസിസും ഉണ്ട്. പിന്നെ ഉള്ളത് വിൻസോക്ക് ഡിഫോമിറ്റി ആണ്. വിൻസോക്ക് ഡിഫോമിറ്റി അല്ലെങ്കിൽ വെബ് വിത്ത് ആൻ അപ്പർച്ചർ ഡിഫോമിറ്റി എന്നും പറയും. അപ്പൊ ഞാൻ പറയാം, ഡ്യോഡനൽ സ്റ്റിനോസിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മൾ സാധാരണ അയോർട്ടിക് സ്റ്റിനോസിസ് ഒക്കെ പറഞ്ഞ പോലെ ഈ പാസേജ് നാരോ ആവും, വളരെ നല്ല നാരോ ആവുന്നതാണ് ഡ്യോഡനൽ സ്റ്റിനോസിസ്. അപ്പൊ ഇത് രണ്ടും വരുന്നത് ഇൻകംപ്ലീറ്റ് ഡ്യോഡനൽ അട്രീഷ്യയുടെ ടൈപ്പിലാണ്. അതില് നമ്മൾ ഡ്യോഡനൽ സ്റ്റിനോസിസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംശയമുണ്ടോ? അപ്പൊ ഇത് രണ്ടും കംപ്ലീറ്റ് സെപ്പറേഷൻ അല്ല. അപ്പൊ സെപ്പറേഷൻ ഇല്ല, കുറച്ച് കണക്റ്റഡ് ആണ്. ഇപ്പൊ ഡ്യോഡനൽ സ്റ്റിനോസിസിലെ കണക്ഷൻ ഉണ്ട്, പക്ഷെ പാത്ത് വളരെ നാരോയിഡ് ആണ്. വിൻസോക്ക് ഡിഫോമിറ്റിയില് ഞാൻ ഇവിടെ ഒരു ഇത് കണ്ടോ, ഒരു ഡയഫ്രം അല്ലെങ്കിൽ ഒരു വെബ് പോലൊരു സാധനം അതിന്റെ ഇടയ്ക്ക് ഡിവൈഡ് ചെയ്യും. അത് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഒരു വെബ് പോലെ ഒരു വെബ് പോലെ ഒരു ടിഷ്യൂ ഫോം ചെയ്യും അവിടെ. അപ്പൊ ദിസ് വിൽ സെപ്പറേറ്റ് ദ പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റന്റ് പാർട്ട് ഓഫ് ഡ്യോഡനം. നിങ്ങൾക്ക് വെബ് കാണാൻ പറ്റുന്നുണ്ടോ? ചെറിയൊരു വര പോലെ. അതാണ് അതിന്റെ പേര് വിൻസോക്ക് ഡിഫോമിറ്റി അല്ലെങ്കിൽ വെബ് വിത്ത് ആൻ അപ്പർച്ചർ ഡിഫോമിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് ഡ്യോഡനൽ അട്രീഷ്യ. ഇനി അടുത്തത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു സീലിയാക് ഡിസീസ് അസോസിയേറ്റ് ചെയ്ത് കാണുന്നത്. അതുപോലെ തന്നെ ഡ്യോഡനൽ അട്രീഷ്യയും ഇതൊരു കോൺജനൈറ്റൽ ഡിസീസ് ആണല്ലോ. അപ്പൊ ഈ ഡ്യോഡനൽ അട്രീഷ്യ കോമൺ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്ന് അറിയാം. ഏറ്റവും മെയിൻലി ഓർത്തിരിക്കേണ്ട ഡൗൺ സിൻഡ്രോം ആണ്. DD ഓർത്തിരിക്കുക എളുപ്പമല്ലേ? ഡൗൺ സിൻഡ്രോം ആയിട്ട് വളരെ കോമൺലി അസോസിയേറ്റ് ചെയ്ത് കാണും ഡ്യോഡനൽ അട്രീഷ്യ. പിന്നെ പ്രിമച്യൂരിറ്റി, പിന്നെ അനുലാർ പാൻക്രിയാസ്. ഞാൻ നേരത്തെ പറഞ്ഞു ആംപുലയ്ക്ക് മുകളിൽ വരുന്ന ഒബ്സ്ട്രക്ഷൻ ആണ് അനുലാർ പാൻക്രിയാസ്. അപ്പൊ അതും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണും. 2 ഒബ്സ്ട്രക്ഷൻ വരും. ആനുലാർ പാൻക്രിയാസ് അതും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണും. പിന്നെ വരുന്നത് ബിലിയറി അട്രീഷ്യ, അതും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ഒരു ഡിസീസാണ്. മിനിമം ഇതെങ്കിലും ഓർക്കുക. നമ്മുടെ ടെക്സ്റ്റിൽ ബാക്കി കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് ഇത്രയെങ്കിലും ഓർക്കുക. ഡൗൺസ് ഡിസീസ് ഓർക്കാൻ എളുപ്പമാണ്, DD വെച്ച് ഓർക്കാം. പ്രിമച്യൂരിറ്റി, അനുലാർ പാൻക്രിയാസ്, ബിലിയറി അട്രീഷ്യ, പിന്നെ കോൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാര്യം എഴുതാൻ മറന്നുപോയി, മറ്റേണൽ പോളിഹൈഡ്രാമിനോസ്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോളിഹൈഡ്രാമിനോസ് എനിക്കിവിടെ എഴുതാൻ സ്ഥലമില്ല, ഞാൻ എന്റെ പുറത്തോട്ട് എഴുതാണ്. പോളിഹൈഡ്രാമിനോസ് ഇതൊരു കൺജനൈറ്റൽ കണ്ടീഷൻ അല്ലേ. അപ്പൊ അമ്മയ്ക്ക് പോളിഹൈഡ്രാമിനോസ് ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഈ ഒരു കണ്ടീഷൻ അസോസിയേറ്റ് ചെയ്ത് കാണും. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതൊക്കെ അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ഡിസീസ് ആണ്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ ഫീച്ചേഴ്സിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഞാൻ ഓൾറെഡി ഒരെണ്ണം നേരത്തെ പറഞ്ഞു. ഏതായിരുന്നു? ഏത് ടൈപ്പ് വോമിറ്റിംഗ്? വോമിറ്റിംഗ് ആണ് ഏറ്റവും കോമൺ. പക്ഷെ വളരെ റെയർ ആയിട്ട് നോൺ ബിലിയസ് വോമിറ്റിംഗ് കാണും. പക്ഷെ അതൊരു 10% ചാൻസേ അത് കാണാനുള്ളൂ. ബാക്കി 90% ചാൻസും ബിലിയസ് വോമിറ്റിംഗ് തന്നെയാണ്. ഓക്കെ, 10% ആയിട്ടുള്ള വളരെ റെയർ കേസസിൽ നോൺ ബിലിയസ് വോമിറ്റിംഗ് കാണാൻ പറ്റും.
പിന്നെ ഒബ്സ്ട്രക്ഷൻ നടക്കുകയല്ലേ, പിന്നെ ഒബ്സ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, ഒബ്സ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിനും ചാൻസ് ഇത് അതും ഇതിന്റെ ഫീച്ചർ ആയിട്ട് വരും, ജോണ്ടിസ്. ഓക്കെ, ഹലോ ഹലോ. പിന്നെ അടുത്തത് തന്നെ കൊച്ചു കുട്ടികളിൽ ഇത് വന്നു കഴിഞ്ഞാല് എന്താ പറ്റുക, അവരുടെ ന്യൂട്രിയൻസ് അപ്പോൾ അവരെടുക്കുന്നൊന്നും പ്രോപ്പർ ആയിട്ട് വരില്ല. അപ്പൊ അവർക്ക് ഗ്രോത്ത് റിട്ടാർഡേഷൻ, മാൽ ന്യൂട്രീഷൻ, ഫെയിലിയർ ടു ത്രൈവ് ഒക്കെ കാണാൻ പറ്റും. ഗ്രോത്ത് റിട്ടാർഡേഷൻ ആയിട്ട് അത് പ്രസന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രീഷൻ പ്രോപ്പർ ആയിട്ട് ചെല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ വൊമിറ്റ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞു വൊമിറ്റിംഗും ഉണ്ട്. അപ്പൊ വൊമിറ്റിംഗ് ഒരുപാട് ആകുമ്പോഴത്തേക്കും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരും. ഓക്കെ, അതും ഇതിന്റെ ഒരു മെയിൻ ഫീച്ചർ ആണ്. പിന്നെ ഡീഹൈഡ്രേഷൻ, ഇതൊക്കെയാണ്. പിന്നെ മറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇൻറ്റെസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാം. ചിലപ്പോൾ സ്റ്റമക്ക് ഒക്കെ ഡയലേറ്റഡ് ആയിരിക്കും, കാരണം അത്രയും പോർഷൻ ഒബ്സ്ട്രക്റ്റഡ് ആയതുകൊണ്ട് സ്റ്റമക്കും പ്രോക്സിമൽ പോർഷൻ ഓഫ് ഡ്യോഡനവും എന്താവും, ഡയലേറ്റഡ് ആവും. അപ്പൊ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഒക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ കോൺസ്റ്റിപ്പേഷൻ, ഇതൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരാം. ജസ്റ്റ് ലൈക്ക് ഇൻറ്റെസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷന്റെ ഫീച്ചേഴ്സ് പോലെ ബാക്കിയും അഡീഷണൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാവാം. പക്ഷെ ബിലിയസ് വോമിറ്റിംഗ്, ജോണ്ടിസ്, ഗ്രോത്ത് റിട്ടാർഡേഷൻ, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഡീഹൈഡ്രേഷൻ ഒക്കെ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. അപ്പൊ മെയിൻ നമ്മൾ പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ എക്സ്റേ ആണ്. ഈ പടം എങ്ങനെയാണെന്ന് അറിയോ? നമ്മൾ നേരത്തെ ടൈപ്സ് പറഞ്ഞില്ലേ, അതാണിത്. ഇതെന്ത് ടൈപ്പാ? ഇതാണ്ട് ഈ സി എന്താ? കംപ്ലീറ്റ് ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1. ഇതെന്താ? ടൈപ്പ് 3 ആണ്. ഇത് വെബ് ആണ്. കണ്ടോ? അതാണ് വെബ്. മനസ്സിലായോ? അത് വെബ് കണ്ടോ? ഇതാണ് വെബ്. ഓക്കെ, ഇതെന്ത് ടൈപ്പാ? ടൈപ്പ് 2. ഓക്കെ, ആ ഫൈബ്രസ് കോഡ് ചെറുതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, പക്ഷെ അത് ഫൈബ്രസ് കോഡാണ്. ഓക്കെ, അപ്പൊ ഇത് ടൈപ്പ് കംപ്ലീറ്റ് 3 2 സോറി, ഇത് ടൈപ്പ് 3 ആണ്. ഇത് എന്ത് ടൈപ്പ് ആണ്? ടൈപ്പ് 1. ആൻഡ് ഇത് ടൈപ്പ് 2. സംശയമില്ലല്ലോ? ഓക്കെ, ഇനി അടുത്തത് എക്സ്റേ. എക്സ്റേയില് വളരെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഡബിൾ ബബിൾ സൈൻ. ഓക്കെ, ഡബിൾ ബബിൾ സൈൻ ആണ്. രണ്ട് ബബിൾ പോലെ കാണുന്നില്ല എക്സ്റേയില്? ഇതും ഇതും. ഈ എസ് എന്ന് കാണിച്ചിരിക്കുന്നത് സ്റ്റൊമക് ആണ്. ഡി എന്ന് കാണിച്ചിരിക്കുന്നത് പ്രോക്സിമൽ പാർട്ട് ഓഫ് ഡ്യോഡനം. കാരണം നമ്മൾ പറഞ്ഞു ഈ ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ ഡിസ്റ്റൽ പാർട്ടിലാണ് ഒബ്സ്ട്രക്ഷൻ. അപ്പൊ പ്രോക്സിമൽ പാർട്ടും സ്റ്റമക്കും ഡയലേറ്റഡ് ആയിട്ടിരിക്കും. അപ്പൊ ദേ വിൽ ബി ഡയലേറ്റഡ് വിത്ത് ഗ്യാസ്. ഒബ്സ്ട്രക്ഷൻ മൂലം ഒരു ഗ്യാസ് കൊണ്ട് ഡയലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ രണ്ട് ബബിൾ സൈൻ കിട്ടുന്നത്. പക്ഷെ മറ്റേ അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ വരില്ല, കാരണം അത് കൊളാപ്സ്ഡ് ആയിപ്പോയി. മനസ്സിലായോ? ഇതൊരു ക്യാരക്ടറിസ്റ്റിക് ഇമ്പോർട്ടന്റ് സൈൻ ആണ്. ഇതിന്റെ പേര് ഡബിൾ ബബിൾ സൈൻ എന്നാണ്. രണ്ട് എയർ ഫിൽഡിങ്ങിനെ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ ഈ പടത്തിലുണ്ട്. ഡ്യോഡനം ആൻഡ് സ്റ്റമക്, രണ്ട് ബബിൾ പോലെ കണ്ടോ? ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കണം. ഇൻവെസ്റ്റിഗേഷനിൽ എക്സ്റേ ഡബിൾ ബബിൾ സൈൻ കാണും. പിന്നെ ഇതാണ് ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ഡയഗ്നോസ്റ്റിക് മെഷർ എന്ന് പറഞ്ഞ എക്സ്റേ ആണ്. പിന്നെ നമ്മൾ പോകുന്നത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു പോളിഹൈഡ്രാമിനോസ് ഉള്ള മീൻസ് മെറ്റേണൽ, ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പ്രീനേറ്റലി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം കുട്ടികൾക്ക് ഇതുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് USG ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഹലോ, ഇതൊരു കൺജനൽ ആണല്ലോ, അപ്പൊ നമുക്ക് പ്രീനേറ്റലി കണ്ടുപിടിക്കാൻ പറ്റും. ഒരു മിനിറ്റ്, സോറി, അവിടെ ഒരു ബഹളം കേട്ടു. പിന്നെ അപ്പൊ എക്സ്റേ USG നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ പ്രീനേറ്റലി എങ്ങനെ ചെയ്യും. അപ്പൊ ഇതിപ്പോ ഈ പടം കണ്ടു, അതിനകത്ത് സ്റ്റമക്ക് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? സ്റ്റമക് ആൻഡ് ഡ്യോഡനം.
അപ്പൊ ഇതിന്റെ ഈ ഒരു സൈനിനെ പറയുന്നത് റെയിൽ റോഡ് ഡ്യോഡനൽ സൈൻ എന്നാണ്. എന്നുവെച്ചാൽ ഈ പറയുന്ന സ്റ്റൊമക്കും പ്രോക്സിമൽ പാർട്ടും നല്ല ഡയലേറ്റഡ് ആയിട്ടിരിക്കുന്ന, ബാക്കി ഭാഗം നല്ല നാരോ ആയിട്ട് വരുന്നു. കാണാവോ? നല്ല നാരോ ആയിട്ട് വരുന്നു. ഇത് രണ്ടും നല്ല ഡയലേറ്റഡ് ആയിട്ട് പോകുന്നു, ഇത് നല്ല നാരോ ആയിട്ട് വരുന്നത്. ഇത് USG നമ്മൾ പ്രീനേറ്റലി നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു ഡയഗ്നോസ്റ്റിക് മെഷർ ആണ്. ഇതിൽ നമ്മൾ റെയിൽ റോഡ് ട്രാക്ക് ഡ്യോഡനം അല്ലെങ്കിൽ റെയിൽ ഫണ്ടാരം, അതിന്റെ പേര് നേരത്തെ പറഞ്ഞ പേരെന്തായിരുന്നു? റെയിൽ റോഡ് ട്രാക്ക് ഡ്യോഡനം. ഓക്കെ, എനിക്ക് പറയുന്നത് റെയിൽ റോഡ് ട്രാക്ക് ഡ്യോഡനം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടുമാണ് മെയിൻ 2 ഇൻവെസ്റ്റിഗേഷൻസ്. ഇപ്പൊ കോൺജനൈറ്റൽ USG ചെയ്യുമ്പോൾ നമുക്ക് വേറെ കോൺജനൈറ്റൽ അനോമലീസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം ഇതിന്റെ കൂടെ തന്നെ. ഇതാണ് മെയിൻലി രണ്ടാണ്, എക്സ്റേ ആൻഡ് USG. ഓക്കെ, ഇനി നമുക്ക് ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ ട്രീറ്റ്മെന്റ് നമ്മള് പറയുന്നത് സർജറിയാണ്, പ്രധാനമായിട്ടും സർജറി തന്നെയാണ്. പക്ഷെ പ്രീ ഓപ്പറേറ്റീവ്ലി സർജറി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന സ്റ്റൊമക്കും ഡ്യോഡനം പ്രോക്സിമൽ പാർട്ടും ഡയലേറ്റഡ് ആയിട്ടിരിക്കണം. അപ്പൊ അതിന്റെ നമ്മളൊരു ഗാസ്ട്രിക് ഡീകംപ്രഷൻ നടത്തും. എന്നിട്ടാണ് നമ്മൾ സർജറിയിലോട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, ഗാസ്ട്രിക് ഡീകംപ്രഷൻ ഇതാണ് പ്രീ ഓപ്പറേറ്റീവ്ലി കൊടുക്കുന്നത്. പിന്നെ വൈറ്റമിൻ കെയുടെ ഇഞ്ചക്ഷനും കൊടുക്കാം, ഇഞ്ചക്ഷൻ ഓഫ് വൈറ്റമിൻ കെ. കാരണം ഈ പറയുന്ന അസുഖത്തിൽ ഇപ്പം ഒബ്സ്ട്രക്ഷൻ ആണ്, അപ്പൊ വൈറ്റമിൻ കെ അബ്സോർബ് ആവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി വരും. അപ്പൊ വൈറ്റമിൻ കെ എന്തിനാണ് ഇമ്പോർട്ടന്റ്? കുട്ടികൾക്ക് ബ്ലഡ് ക്ലോട്ടിങ്ങിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പറയുന്ന സർജറിക്ക് മുന്നേ പ്രീ ഓപ്പറേറ്റീവ്ലി വൈറ്റമിൻ കെ കൊടുക്കും, ഗാസ്ട്രിക് ഡീകംപ്രഷനും കൊടുക്കും. ഇത് രണ്ടുമാണ് പ്രീ ഓപ്പറേറ്റീവ്ലി നമ്മൾ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് പ്രൊസീജിയേഴ്സ്. ഇതിന് ശേഷം നമ്മൾ സർജറിയിലോട്ട് വരികയാണ്. ഇതിന്റെ സർജറിയുടെ പേര് ഡിയോഡിനോസ്റ്റമി. ഡിയോഡിനോസ്റ്റമി. ഇതാണ് ഇതിന്റെ സർജറി ഓഫ് ചോയ്സ്. ഡുയോഡിനോസ്റ്റമി. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇതിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്രൊസീജിയേഴ്സ് ആണ്: ഇൻസിഷൻ, സ്യൂച്ചറിങ് ആൻഡ് അനാസ്റ്റമോസിങ്. അപ്പോ ഈ പടത്തിൽ കണ്ടില്ലേ, ഇപ്പം നടുക്കുള്ള ഭാഗമാണ് ഇല്ലാണ്ടായ. അപ്പൊ കംപ്ലീറ്റ്ലൊക്കെ ആണെങ്കിൽ പ്രോക്സിമൽ ഡ്യോഡനവും ഡിസ്റ്റൽ ഡ്യോഡനവും തമ്മിൽ ഒരു ബന്ധമില്ല, കംപ്ലീറ്റ്ലി അത് സെപ്പറേറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ അനാസ്റ്റമോസ് ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ പ്രോക്സിമൽ പാർട്ട് ഓഫ് ഡ്യോഡനം ഇതാണെന്ന് വെച്ചോ, ഇതിപ്പം ഡിസ്റ്റൽ പാർട്ട് ഓഫ് ഡ്യോഡനം. ഞാൻ ഈ വരച്ചിരിക്കാൻ മനസ്സിലാവാനാണ്. ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത്. ഇതിപ്പോ പ്രോക്സിമൽ, ആ ഡയലേറ്റഡ് പ്രോക്സിമൽ പാർട്ട് ഓഫ് ഡ്യോഡനം ആണ്. അവിടെ നമ്മളൊരു ട്രാൻസ്വേഴ്സ് ഇൻസിഷൻ ഇടും. ഓക്കെ, എന്നിട്ട് ഡിസ്റ്റൽ ആ പാർട്ട് ഓഫ് ഡ്യോഡനം ഇല്ലേ, അവിടെ നമ്മളൊരു ലോഞ്ചിറ്റ്യൂഡിനൽ ഇൻസിഷനും ഇടും. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ അനാസ്റ്റമോസ് ചെയ്യും. ഇതാണ് ശരിക്കും ഈ പ്രൊസീജിയറിൽ നടക്കുന്നത്. ഇത് രണ്ടും കൂടെ സ്യൂച്ചർ ചെയ്ത് അനാസ്റ്റമോസ് നടത്തും. ഈ പടം കണ്ടോ? ഞാനിപ്പോ ഇങ്ങനെ കാണിക്കുമ്പോ ഇത് ഈ ഇൻസിഷൻ ട്രാൻസ്വേഴ്സിൽ ഇങ്ങനെയാ വരിക, പക്ഷെ അകത്തൂടെ മസിൽ ലെയർ നോക്കുമ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിനെ വിളിക്കുന്നത് ഡയമണ്ട് ഷേപ്ഡ് അനാസ്റ്റമോസിസ് എന്നാണ്. അതിന്റെ ഒരു പെക്യൂലിയർ ആ ഒരു ഇതുകൊണ്ട് അതിന്റെ വേറെ ഇത് കണ്ടോ, ഇതിന്റെ ആ ട്രാൻസ്വേഴ്സ് ഇൻസിഷൻ ആണ് മുകളിലുള്ള ആ പ്രോക്സിമൽ ഡയലേറ്റഡ് ഭാഗത്തിലെ ട്രാൻസ്വേഴ്സ് ഇൻസിഷനും ഡിസ്റ്റൽ പാർട്ടിലെ ലോഞ്ചിറ്റ്യൂഡിനൽ ഇൻസിഷനുമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഈ ഒരു അനാസ്റ്റമോസിസിനെ വിളിക്കുന്നത് ഡയമണ്ട് ഷേപ്ഡ് അനാസ്റ്റമോസിസ് എന്നാണ്. ആ ഒരു പെക്യുലർ ഷേപ്പും ഉണ്ട്. മനസ്സിലായോ? പേര് എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇതിന്റെ സർജറി ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്.
ആണ്. കേക്കാവോ? ശരി. അതെ കേക്കാം. അപ്പൊ ഇത്രയാണ് അതിന്റെ സർജറി. ഇതാണ് ഡിയോഡിനോസ്റ്റമി. ഓക്കെ. ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഇതിൽ 2 കോംപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്, ഇൻട്രാ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലില്ല, ഇത് ഞാൻ വേറെ എടുത്തുനിന്ന് എടുത്താണ്. ഹലോ ഹലോ ഓക്കെ. അപ്പൊ ഇതാണ് എന്തോ ഇൻട്രാ ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ വെബ് ഫോം ചെയ്യില്ല. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്കിപ്പോ ഓപ്പറേഷൻ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ വെബ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ലീഡ്സ് ടു മോർ കോംപ്ലിക്കേഷൻസ് എന്നാണ്. അപ്പൊ വെബ് ഉണ്ടെന്ന് അറിയാതെ നമ്മൾ അത് അനാസ്റ്റമോസ് ചെയ്യുമ്പോൾ ആ വെബ് വീണ്ടും മാറത്തില്ല. അങ്ങനെ അതിന് മുന്നേ നമ്മൾ താഴെ കട്ട് ചെയ്താലും വെബ് അതുപോലെ തന്നെ നിൽക്കും. അത് അനാസ്റ്റമോസ് ചെയ്ത് വെബ് മാറ്റാതെ നമ്മൾ അനാസ്റ്റമോസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായോ? ഹലോ. വെബ് അതുപോലെ തന്നെ വീണ്ടും ഒബ്സ്ട്രക്ഷൻ അവിടെ നിൽക്കത്തേ ഉള്ളൂ. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വെബ് ഉണ്ടെന്ന് അറിയത്തില്ല. ഓക്കെ, അങ്ങനെ. പിന്നെന്താ മൾട്ടിപ്പിൾ ഒബ്സ്ട്രക്ഷൻസ്, ഇതൊക്കെയാണ് ഇൻട്രാ ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ്. പോസ്റ്റ് ഓപ്പറേറ്റീവ്, ഓപ്പറേഷന് ശേഷം വരുന്നത് പ്രൊലോങ്ഡ് ഫീഡിങ് ഇൻടോളറൻസ്, പുവർ പെരിസ്റ്റാൾസിസ്, പോസ്റ്റ് പാരാലിറ്റിക് ഇലിയസ് ഒക്കെ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്, ലോങ് ടേം കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗ്യാസ്ട്രോട്ടമി ട്യൂബ് ഫീഡിങ് പേർപ്പസിന് ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ. ഹലോ ഹലോ ഓക്കെ. പിന്നെ മിക്ക ഗാസ്ട്രിക് ഈ പറയുന്ന പോലെ ഇൻറ്റെസ്റ്റൈനൽ നമ്മൾ എന്ത് ഓപ്പറേഷൻ ചെയ്താലും പോസ്റ്റ് പാരാലിറ്റിക് ഇലിയസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ അത് ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ ഡ്യോഡനൽ അട്രീഷ്യ. ഇനി ഇത് മെയിൻലി 5 Ds വെച്ചാണ് നമ്മൾ ഡ്യോഡനൽ അട്രീഷ്യ പറയുന്നത്. ഫസ്റ്റ് ഡ്യോഡനൽ അട്രീഷ്യ, 2 ഡൗൺ സിൻഡ്രോം, 3 ഇത് കാണുന്നത് ഡിസ്റ്റൽ ടു ആംപുല, ഡിസ്റ്റൽ ടു ആംപുല, ഡബിൾ ബബിൾ സൈൻ, ഡിയോഡനോസ്റ്റമി. 5 Ds ആണ്. 5 Ds ആണ്. ഇത് ഒന്ന് ഡ്യോഡനൽ അട്രീഷ്യ, ഡൗൺ സിൻഡ്രോം, ഡിസ്റ്റൽ ടു ആംപുല ഓഫ് വെറ്റ, പിന്നെ ഡബിൾ ബബിൾ സൈൻ, പിന്നെ മറ്റേ ഓപ്പറേഷൻ ഡിയോഡനോസ്റ്റമി. അതുകൊണ്ട് ഇതിനെ 5 Ds ഓർക്കാൻ എളുപ്പത്തിൽ പറയും. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ 3 ടോപ്പിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ചോദിക്കൂ.